കന്നിക്കൂറ് എന്ന് പറയുന്നത് ഉത്രം അവസാനത്തെ 3 ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ 2 ഭാഗം, ഈ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറിനെ സംബന്ധിച്ച് എപ്പോഴും വിദേശവാസത്തിന് ആഗ്രഹം കൂടിയിരിക്കും. അത് ഇപ്പോഴും അവസ്ഥ അതുതന്നെയാണ്. ഇവർക്ക് കണ്ടശനി എന്നുള്ള ദോഷം ഉള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് വിദേശഗമനം അല്ലെങ്കിൽ അന്യദേശ ഗമനം തന്നെയാണ്. ഇവർക്ക് ദാമ്പത്യത്തിൽ ചില പോരായ്മകൾ അനുഭവപ്പെട്ടേക്കാം. അതൊക്കെ ആ കണ്ടശനി വരുത്തി വയ്ക്കുന്ന ദോഷങ്ങളുടെ ഭാഗമാണ്. എന്നാൽ ആ ശനി ചില കാര്യങ്ങളിൽ യോഗം ചെയ്യും. പ്രത്യേകിച്ചും സൽബുദ്ധി ഉണ്ടാകുന്ന കാര്യത്തിന് ഗുണം ചെയ്യുന്നതാണ് ആ ശനി. യോഗകാരകനും കൂടിയാണ് ആ ശനി എന്നുള്ള ഗുണം അവർക്ക് അനുഭവിക്കാൻ കിട്ടും. കർമ്മത്തിൽ വ്യാഴം വരുന്നതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കും. ജോലിസ്ഥാനത്ത് പുരോഗതി ഉണ്ടാകും. സ്ഥാനമാനങ്ങൾ കിട്ടാനുള്ള സാധ്യതകളും ഏറെയുണ്ട്. പിന്നെ ഇവർക്ക് പൊതുവെ ഉപാസനയിൽ ഇവർ തടസ്സം വരുത്തില്ല. ഉപാസന മുമ്പോട്ട് കൊണ്ടുപോകും. ഇവർക്ക് ഉപാസന കൊണ്ട് പലതരത്തിലുള്ള കാര്യപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും. ഇവർക്ക് ഉപാസനയ്ക്ക് ദേവിയാണ് ഏറ്റവും പ്രധാനം. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇവർക്ക് കാര്യങ്ങളുടെ പൂർത്തീകരണം ഉണ്ടാവും. അപ്പോൾ ദേവീപരമായിട്ടുള്ള വഴിപാടുകൾ, ദേവീക്ഷേത്രങ്ങളിൽ പൂജ, നിറമാല, അതേപോലുള്ള വഴിപാടുകൾ ചെയ്യുക. അവിടെ പുഷ്പാഭിഷേകം നടത്തുക, പൂമൂടൽ നടത്തുക, കടുംപായസ നിവേദ്യം നടത്തുക. ഇതൊക്കെ ഇവർക്ക് ഏറെ സഹായകമാകും.